ഹേ ഓൾ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറഞ്ഞാല് ഡേവിഡ് ആർ ഹോക്കിൻസിന്റെ പവർലെസ് ഫോഴ്സ് എന്ന ബുക്കിൽ പറഞ്ഞിരിക്കുന്ന മാപ്പ് ഓഫ് കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് സംസാരിക്കാനാണ്. അത് ഹ്യൂമൻ എനർജി സ്റ്റേറ്റിനെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്ന ഒരു കാര്യമാണത്. അത് എന്താണെന്ന് നമുക്ക് നോക്കാം. അതില് ഏറ്റവും താഴ്ന്ന എനർജി സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് ഷെയിം എന്നാണ്. ഈ ഷെയിമിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 ആണ്. ഏറ്റവും ടോപ്പിലുള്ള സ്റ്റേറ്റിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 1000 ആണ്. അപ്പോൾ ഏറ്റവും താഴ്ന്ന ഫ്രീക്വൻസിയിലുള്ള ആളുകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. അങ്ങനെയുള്ള ആളുകള് അല്ലെങ്കിൽ നമ്മുടെ കുട്ടികള് ഒക്കെ ശരിക്കും ഷെയിമിൽ ജീവിക്കുന്ന മക്കള് അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരും ഒക്കെ ജീവിതത്തിൽ ഫ്രണ്ടിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുന്നവരായിരിക്കും. ഏത് കാര്യത്തിലും അവരെ എന്തോ ഒന്ന് ബാക്കിലേക്ക് വലിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. കാരണം ആ ഷെയിം എന്നുള്ള വികാരം അവരുടെ ഐഡന്റിറ്റിയാണ് ബാധിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് അത് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയാലോ. ശരിക്കും പറഞ്ഞാല് ആ കുട്ടികള് ചെറിയ മക്കളായിരുന്ന സമയത്ത് അവരെ നോക്കി ശരിക്കും അവരെ നോക്കിയിട്ട് അവരുടെ കളറിനെ കുറിച്ച്, മോനെ നിനക്ക് കളർ എന്താ ഇത്ര കുറഞ്ഞു പോയത്, എന്റെ പേരൻസിന് നല്ല കളറുണ്ടല്ലോ, എന്തേ മോനെ നിനക്ക് എന്താ ഹൈറ്റ് ഇല്ലാത്തത്, എന്താ മോനെ നിന്റെ പല്ലെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. വണ്ണം കുറഞ്ഞ മക്കളെ നോക്കിയിട്ട് പറയും, എന്തേ പേരൻസ് ഒന്നും ഫുഡൊന്നും തരുന്നില്ലേ, എന്തേ ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്, ചിരി നല്ല അതല്ലല്ലോ, നിന്റെ ചിരിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ. പിന്നെ ആ കുട്ടി ജീവിതത്തിൽ ചിരിക്കാൻ പ്രയാസപ്പെടും, പബ്ലിക്കിലേക്ക് വരില്ല, ഒരു ഫംഗ്ഷന് പോകാൻ ആ മക്കള് പിന്നെ പോകില്ല. ആ മക്കൾക്കാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കുന്നത്. ആ ഒരു കമന്റിലൂടെ അത് ആ മക്കളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒത്തിരി കോൺക്രീറ്റ് ആയിട്ടായിരിക്കും അത് ബാധിച്ചിരിക്കുന്നതെന്ന് നമുക്കറിയോ. ശരിക്കും പറഞ്ഞാൽ അത് അവരുടെ ആത്മവിശ്വാസത്തിനെ ശരിക്കും, സെൽഫ് കോൺഫിഡൻസിനെ ശരിക്കുമാണ് ബാധിക്കുന്നത്. ഇത് ഷെയിമിലുള്ളവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ടാണ്. ഇതിൽ നിന്ന് നമുക്ക് പുറത്തു വരാൻ കഴിയും. കുറച്ച് സ്റ്റെപ്സ് നമുക്ക് എടുത്താലോ ഇതിൽ നിന്ന് പുറത്തു വരാൻ കഴിയുന്നത് നമുക്ക് നോക്കിയാലോ. ആദ്യം നമുക്കത് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാല് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് വികാരമാണോ വരുന്നത് ആ വികാരം നിങ്ങളുടെ ബുക്കിലേക്കോ പേപ്പറിലേക്കോ നിങ്ങൾ എഴുതുക, കംപ്ലീറ്റ്ലി എഴുതുക. അത് ഏകദേശം ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, 1 വീക്ക് നിങ്ങൾ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നിങ്ങളുടെ ആ ഒരു വികാരം, ഷെയിം എന്നുള്ള വികാരം കുറഞ്ഞു കുറഞ്ഞു വരുന്നതായി കാണാം. രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നല്ല അഫർമേഷൻസ് കൊടുക്കുക നിങ്ങളോട് തന്നെ. ഐ ആം സ്ട്രോങ്, ഐ ആം കോൺഫിഡന്റ്, അങ്ങനെയുള്ള അഫർമേഷൻസ് നിങ്ങൾ ഡെയിലി കൊടുത്തോണ്ടേയിരിക്കുക. തേർഡ് സ്റ്റെപ്പ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക. ശരിക്കും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ എനർജി ലെവല് കൂടിക്കൊണ്ടേ വരും. പിന്നീട് നമുക്ക് ബ്രീത്തിങ് ടെക്നിക്സ് യൂസ് ചെയ്യാൻ പറ്റും. ഇതിലൂടെ നമ്മുടെ ചിന്തകളെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഇതുപോലുള്ള സ്റ്റെപ്സ് എടുത്തുകൊണ്ട് നമുക്ക് ഈ ഷെയിം എന്നുള്ള വികാരത്തിനെ നമുക്ക് മാറ്റിക്കൊണ്ടുവരാൻ സാധിക്കും. മറ്റുള്ളവർ പറയുന്നതല്ല നിങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ആത്മവിശ്വാസത്തോടെ മുമ്പോട്ട് പോകുക. ടേക്ക് 100% റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ്.